ണ്ട് ഈ ഒരു ധൈര്യമായിരുന്നു അവന്മാർ ഷഹബാസിനെ കൊല്ലുന്നതിന് മുൻപും. കൊന്നതിന് ശേഷവും ആ ധൈര്യത്തിന് കൂടുതൽ കൂടുതൽ ബലം കിട്ടുകയാണ്. എന്തുകൊണ്ട്? ഹൈക്കോടതി പോലും അവന്മാരുടെ കൂടെയാണ്, പോലീസ് പോലും കൂടെയാണ്, സർക്കാർ കൂടെയാണ്, ഹൈക്കോടതി കൂടെയാണ്. ഇനി കേന്ദ്ര സർക്കാരും കൂടെ ഉണ്ടെന്ന് അറിയില്ല, അതും മിക്കവാറും കൂടെ കാണും. അപ്പോൾ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അതിനെല്ലാം അംഗീകരിക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥയുള്ള നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നാണ് നമ്മുടെ കോടതിയും പറയുന്നത്. അതായത് കൊലപാതകങ്ങളൊക്കെ സർവ്വസാധാരണമാണ്. ഇത് നടന്നത് ഷഹബാസ് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം അല്ലേ? ഒരു പക്ഷേ ഷഹബാസ് ഒരു കാരണവശാലും ആ ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ പാടില്ലായിരുന്നു. അവനവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല. ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഷഹബാസ് അവിടെ പോയതുകൊണ്ടാണല്ലോ ഷഹബാസ് മരണപ്പെട്ടത്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഷഹബാസിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല, പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല, കോടതിയിൽ നിന്നും കിട്ടില്ല. ഇനി കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതിലെന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇവന്മാരുടെ ഭാഗത്ത് തെറ്റില്ല, ഷഹബാസാണ് പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെ വരാം. നമുക്ക് വലിയ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ